ഷൈജു പറഞ്ഞതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള അനുമതി തരാത്തത് കൊണ്ട് അർജുന്റെ കുടുംബമടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അതിനൊപ്പം മറ്റൊരു വശമാണെങ്കിൽ കർണാടകത്തിലെ കാർവാർ MLA പറയുന്നത് കേരള സർക്കാർ ഈ കാര്യത്തിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിച്ചില്ല എന്നുള്ള രൂക്ഷ വിമർശനമുണ്ട്. അങ്ങനെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നാളെ തെരച്ചിൽ തുടങ്ങും. അങ്ങനെ കൂടി പ്രതീക്ഷിക്കാമോ ഇപ്പോൾ? തീർച്ചയായും അത് AKM അഷ്റഫ് നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റപ്പെടുത്തലിന്റെ ഒരു സമയമല്ല എന്ന് പറയുമ്പോഴും അത് അദ്ദേഹം വളരെ രൂക്ഷമായാണ് ആ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. കേരളം എന്ത് ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ അർജുന്റെ വീട്ടിലെത്തുകയും അവർക്ക് അത്തരത്തിൽ ആശ്വാസം പകരുന്ന കാഴ്ചയുമൊക്കെ കണ്ടു. അപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് സംഭവിച്ചു? ഈ മണ്ണൂത്തിയിൽ നിന്നുള്ള യന്ത്രം, മണ്ണുമാന്തി യന്ത്രം, അത് പുളിയിൽ ഇത്തരത്തിൽ കയറ്റിവെച്ച് മണ്ണ് മാന്താൻ സഹായിക്കുന്ന ഒരു യന്ത്രമായിരുന്നു. അത് 24 മണിക്കൂറിനകം ഇവിടെ എത്തിക്കുമെന്നായിരുന്നു അന്ന് ഈ തെരച്ചിൽ നിർത്തുന്ന ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതുവരെ അത് എത്തിച്ചിട്ടില്ല. അതിന് വാടക നൽകാമെന്ന് വരെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അത് വലിയ വിവാദമാക്കേണ്ടതില്ല എന്നാണ് AKM അഷ്റഫ് MLA പറഞ്ഞത്. കാരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തർക്കം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കുക അല്ല ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏതായാലും ചർച്ചകൾ പിന്നീട് ഉയരുമെങ്കിലും നമ്മളിപ്പോഴും ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾ ഇപ്പോഴും ഉള്ള സൗകര്യം ഉപയോഗിച്ച് പ്രധാനപ്പെട്ട മാൽപ്പയുടെ ആ സേവനം ഉപയോഗിച്ച് രക്ഷാദൗത്യം പുരോഗമിക്കുക, അർജുനെ കണ്ടെത്തുക എന്ന് തന്നെയാണ്. ഇനി വൈകിയാൽ ഒരു പക്ഷേ കാലാവസ്ഥ മോശമാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഏത് സമയത്താണ് ഈ പ്രദേശത്ത് മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം വലിയ, നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതികൂലമായ കാലാവസ്ഥയിൽ നടന്ന തെരച്ചിലൊക്കെ. പക്ഷെ ഇപ്പോൾ അനുകൂലമായൊരു കാലാവസ്ഥ വന്നിട്ടും അത് തെരച്ചിൽ നടക്കാതെ പോകുന്ന ഒരു വലിയ സങ്കട വാർത്തയായിരുന്നു ഇവിടുന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം മാറിയിരിക്കുന്നു. ഇനി തിരച്ചിൽ ഊർജിതമായി നടക്കുമെന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ന് നടത്തിയ ഈ തെരച്ചിലും അതിൽ നിന്നും ലഭിച്ച ആ വസ്തുക്കളുമൊക്കെ. എന്തായാലും ആ വിവാദങ്ങൾ ഒരുപക്ഷെ നാളെ ചർച്ചയായേക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ആ ചർച്ചയിലേക്കല്ല കടക്കേണ്ടതെന്ന് AKM അഷ്റഫ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നമുക്കിപ്പോൾ ഈ പ്രിയപ്പെട്ട അർജുൻ എവിടെയെന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് എല്ലാവരും ഒരുമിച്ച്, ഇനി കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ നാളെ ആയാലും ഒരുമിച്ച് നിന്ന് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തേണ്ട ഒരു ഘട്ടമാണ്. കാരണം അത്രത്തോളം ദിവസമായി അവരുടെ ബന്ധുക്കൾ, അമ്മയൊക്കെ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട്. ജിതിൻ ഉൾപ്പെടെ നമ്മൾ തുടക്കം മുതലേ ഈ ദുരന്ത ഭൂമിയിലുള്ളവരാണ്. ഈ ഒരു പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്തത്ര രീതിയിൽ ചളിയും മണ്ണും ഒക്കെ നിറഞ്ഞൊരു പ്രദേശം. വളരെ നമുക്ക് സുഖകരമായി തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഘട്ടം അത് ഏതായാലും കടന്നിരിക്കുന്നു. നമ്മൾ നാളെ മുതൽ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തും. അനിശ്ചിതത്വം എല്ലാം മാറിയിരിക്കുന്നു. അത് വലിയ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ് ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്നത്. അതിനി ഏത് രീതിയിൽ എന്ത് യന്ത്രം ഉപയോഗിച്ചാണെങ്കിലും അത് നടത്തുമെന്നാണ് MLA ഉറപ്പു നൽകിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കാർവാർ MLA ഈ വിഷയത്തിൽ വലിയ ഇടപെടലാണ് നടത്തിയത്. അദ്ദേഹം ഇന്നും അത് ആ ഇടപെടൽ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുവരെ കലക്ടറുടെ വിലക്ക് ഉണ്ടായിട്ടും എന്തിനാണ് ഈ കലക്ടർ ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുന്നത് ഇതുവരെ വ്യക്തമല്ലാതെ MLAക്കും അത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആ വിലക്ക് മറികടന്നുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും തരത്തിൽ സഹായമില്ലാതെയാണ് ഇന്ന് ഈ ഉദ്യമത്തിന് മാൽപ്പയെ രംഗത്തിറക്കിയത്. നാളെ ജില്ലാ ഭരണകൂടം ഉണ്ടാകുമോ? അത് ചേർത്ത് അവരെയും കൂടി ചേർത്ത് വേണം ഈ തെരച്ചിൽ നടത്തണമെന്ന ഒരു ആവശ്യമാണ് ആ കുടുംബവും ഉന്നയിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു വിവാദത്തോട് കലഹിക്കാനോ അല്ലെങ്കിൽ ആ വിവാദങ്ങൾക്കോ അല്ല നമുക്ക് വേണ്ടത് അർജുനും അതുപോലെ തന്നെ ഇവിടെ കാണാതായ മറ്റു രണ്ടുപേരെയും കണ്ടെത്തുക എന്നതാണ്. അത് ഊർജിതമായ അന്വേഷണം ഏതറ്റം വരെയും ഇനി വരും ദിവസങ്ങളിൽ അത് നടത്തി. ഇനിയിപ്പോ 5-6 മണിക്കൂറുകൾ നമുക്ക് കാണുന്നുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്താൽ തന്നെ ഒരു പക്ഷേ നേരത്തെ മാൽപ്പെ സൂചിപ്പിച്ചത് ഉച്ച സമയത്ത് വെയിലിന് ഒരു പക്ഷേ ലോറി കൃത്യമായി കണ്ടേക്കാം. അത്രത്തോളം വെള്ളം ഇതിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ലോറി കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് എളുപ്പമായിരിക്കും. ലോറി പുറത്തേക്ക് എടുക്കാനുള്ള വഴികളായിരിക്കും ആലോചിക്കുക. അതിനായുള്ള യന്ത്രങ്ങളൊക്കെ ഏത് രീതിയിലുള്ള യന്ത്രങ്ങളായാലും എത്തിക്കുമെന്ന സതീഷ് MLAയുടെ വാക്കുകൾ അത് വളരെ പ്രചോദനം തന്നെ. അത് കുടുംബത്തിനും വലിയ ആശ്വാസം തന്നെ. എന്തായാലും അവരുടെ മുഖത്തൊക്കെ നമുക്ക് ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു തെളിച്ചവും ആ പ്രതീക്ഷയും നമുക്ക് കാണാൻ സാധിച്ചു. ഉച്ചയ്ക്ക് വലിയ തോതിൽ ആശങ്കയും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണെങ്കിൽ ഇപ്പോൾ അത് മാറി. നാളെ ഒരു പ്രതീക്ഷയുടെ ദിവസമായിരിക്കും. എന്തായാലും ശിരൂരിൽ നിന്നും നമുക്ക് ആ വാർത്ത 30 ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു പക്ഷേ നാളെ ലഭിച്ചേക്കും. യെസ്.